അസ്സലാമലൈക്കും. ഇവിടെ ഇതിന്റെ മുകളിൽ ഇതേമാതിരി മുജാഹിദുകൾ ദുർവ്യാഖ്യാനം ചെയ്യുന്നവരാണ്, യുക്തിവാദികളാണ്. ഖുർആനെയും ഹദീസിനെയും ഒക്കെ അവരുടെ ഇഷ്ടത്തിന് ദുർവ്യാഖ്യാനം ചെയ്യുന്നവരാണെന്നൊക്കെയുള്ള കമന്റും ഇതൊക്കെ കണ്ടു. കുറെ ആൾക്കാർ ചോദിച്ചു എന്താണ് ആ ചെയ്തതിലും ഒരു ഉദാഹരണം പറയും. ഒരാളും പറഞ്ഞില്ല, ഒരു സുന്നിയും പറഞ്ഞില്ല ഇന്നതാണ് ഉദാഹരണം. എന്നാ സുഹൃത്തെ, ഞാനൊന്ന് പറയട്ടെ, മനസ്സിലാക്കാനുള്ളവർക്ക് മനസ്സിലാക്കാം. വിശുദ്ധ ഖുർആനിൽ ഇല്ലാത്ത ഒരായത്ത് നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് താല്പര്യമുള്ള രൂപത്തിൽ ആയത്തിന് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് മദ്രസയിൽ. സുന്നികൾ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ദുർവ്യാഖ്യാനവുമല്ല, കൃത്യമായി ആയത്തിനെ കട്ടുമുറിച്ച് മറ്റ് പലയിടത്തുനിന്നും കുറച്ച് ഭാഗമെടുത്ത് ഇപ്പുറത്ത് കൂട്ടിയോജിപ്പിച്ച് തങ്ങൾക്ക് താല്പര്യമുള്ള അർത്ഥമുണ്ടാക്കാൻ വേണ്ടിയിട്ട് വളരെ കൃത്യമായി അള്ളാന്റെ കലാമിൽ കൈകടത്തിയവരാണ് സുന്നികൾ എന്ന് ഞാനിത് വെറുതെ പറയല്ല, ഞാൻ കൃത്യമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പറയുന്നത്. ഒരു മുസ്ലിമിന് ചിന്തിക്കുന്ന ഒരാൾക്ക് അത് പരിശോധിക്കാം. അങ്ങനെ ഉണ്ട് എങ്കിൽ ഖുർആനിൽ ഈ കോലത്തിൽ പച്ചയായി ഇങ്ങനെ ചെയ്ത ആളുകളുടെ വിധി എന്താണ്? അവരെ മുസ്ലിങ്ങളായിട്ട് അംഗീകരിക്കണമോ ഖുർആനിന്റെയും സുന്നത്തിന്റെയും ആളുകളായിട്ട് അംഗീകരിക്കണോ എന്ന് സ്വയം ചിന്തിച്ചാൽ മതി. സംശയമുള്ളവർക്ക് സമസ്ത കേരള ജമിയത്തുൽ ഉലമ യുടെ വിദ്യാഭ്യാസ ബോർഡ് പഠിപ്പിക്കുന്ന 5ാം ക്ലാസ്സിലെ ഹഖീദ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ 7ാമത്തെ പാഠമുണ്ട്, ആലിമുൽ ഗൈബ് എന്നൊരു പാഠം. ആ പാഠത്തില് സൂറത്തുൽ ജിന്നിലെ 26ാമത്തെ ആയത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആയത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു ആയത്തെ സൂറത്തുൽ ജിന്നിൽ പോയിട്ട് ഖുർആനിലെന്നല്ല, അതിൽ കൊടുത്ത രൂപത്തിൽ ഒരായത്ത് ഖുർആനിലില്ലേ ഇല്ല. ആവശ്യക്കാർക്ക് അത് പഠിക്കാം. ആരെങ്കിലും പറയുന്നത് കേട്ട് മുജാഹിദ് ദുർവ്യാഖ്യാനമാണ്, മറ്റൊരു ദുർവ്യാഖ്യാനം നടത്തുന്നു എന്ന് പറയുന്നതിനപ്പുറം കൃത്യമായ തെളിവാണ് പറഞ്ഞു നിൽക്കുന്നത്. വേണം ഉള്ളവർക്ക് പരിശോധിക്കാം, അന്വേഷിക്കാം, കണ്ടെത്താം. ഓക്കെ, അസ്സലാമു അലൈക്കും. ആയത്ത് ഓതുക, അതിന്റെ അർത്ഥം വിവരിക്കുക. ആയത്ത് ഓതുക, അതിന്റെ അർത്ഥം വിവരിക്കുക. എന്താണ് അഖീദയില് ഖുർആനില്ലാത്തത്? എന്താണ് വിവരിച്ചിട്ടുള്ളത്? അഖീദ തന്നെ കൊടുത്താൽ മോശമല്ല, അഖീദ തന്നെ കൊടുക്കുക. ആ പാഠം ഒന്ന് കൊടുക്കുക. അതിലെന്താണുള്ളത്? ആയത്ത് ഓതു, അർത്ഥം വെക്കൂ. വെറുതെ കള പറയണ്ട കേട്ടോ. മുജാഹിദീങ്ങളെ കുറിച്ച് ദജ്ജാലുന ഖസാബൂന എന്നാണ് ലോകർക്ക് ഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രവചിച്ചിട്ടുള്ളത്. ഇതന്നെ നോക്കിയാൽ മതി, നിങ്ങൾക്ക് നോക്കിയാൽ കാണുന്നതാണ്. അതിൽ ഇത്രത്തോളം ആവേശം കൊള്ളേണ്ട കാര്യമൊന്നുമല്ല. സാധനന്റെയൊക്കെ ഉണ്ട്, വേണമെന്നുണ്ടെങ്കിൽ അത് പോസ്റ്റ് ചെയ്യുകയും ചെയ്യും. പക്ഷെ ഈ ആവേശത്തിലൊന്നല്ല അത് ചോദിക്കേണ്ടത്. ചോദിക്കേണ്ട കോലത്തിലാണെങ്കിൽ അത് പോസ്റ്റ് ചെയ്യുകയും ചെയ്യും. അതെന്താണെന്നുള്ളത് ഉണ്ടായിട്ട് തന്നെയാണ് പറഞ്ഞത്. അറിയേണ്ടവർക്ക് ഇത് പോസ്റ്റ് ചെയ്യണം എന്നൊന്നുമില്ല. നാട്ടിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, കുറെ ആൾക്കാർ. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോഴും നിങ്ങൾക്ക് പരിശോധിക്കാം. പുസ്തകം പറഞ്ഞിട്ടുണ്ട്, ക്ലാസ് പറഞ്ഞിട്ടുണ്ട്, അതിൽ എത്രാമത്തെ പാടാണെന്നും പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ എടുത്തു വെക്കുക, ആ പുസ്തകം എടുക്കുക, എന്നിട്ട് ഖുർആനിലെ നോക്കുക, പുസ്തകത്തിൽ നോക്കുക എങ്ങനെയാണ് ആയത്ത് എന്താണ്. ഇത്ര ആവേശത്തിലാണ് ചോദിച്ചാൽ അങ്ങോട്ട് തരുന്നില്ല. ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞു എന്നതുകൊണ്ട് അത് കളവ് ആവൂല്ല. ആദ്യം പരിശോധിക്കുക, താങ്കൾ സ്വയം പരിശോധിക്കുക. ഞാൻ എന്റെ പള്ളിയിലെ ഉസ്താദും നിങ്ങളെപ്പോലെ ആവേശം കൊണ്ടാണ് ഞാൻ അത് പറഞ്ഞപ്പോ പഠിപ്പിക്കുന്ന ആളുകൾ വരെ അത് കണ്ടിട്ടില്ല. ചില ആളുകൾക്ക് അതെ, കാരണം ഓലങ്ങനെ പുസ്തകം വായിച്ച് പഠിപ്പിച്ചു പോണു. ഈ ആയത്ത് ഖുർആനിൽ ഉണ്ടോ എന്നുള്ള നോക്കലൊന്നും ഉസ്താദ്മാർക്കില്ലല്ലോ. എന്റെ പള്ളിയിലെ ഉസ്താദിനോട് ചോദിച്ചത് കാരണം എന്റെ ഞാൻ പറഞ്ഞല്ലേ, കുറെ ആളുകൾക്ക് ഈ കാര്യങ്ങൾ ബോധ്യപ്പെട്ടു തുടങ്ങിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ് എന്റെ നാട്ടിലൊക്കെ. അപ്പോ ആവേശത്തിൽ ചോദിക്കേണ്ട കാര്യം നല്ല, ഇങ്ങനെ ആവേശം കൊള്ളേണ്ട ആവശ്യമില്ല. അതൊന്നും ആവേശത്തൊന്നല്ല. നിങ്ങൾ ആദ്യം പരിശോധിക്കുക. എന്റെ കണ്ട് അതെന്തായാലും ഇപ്പൊ നിങ്ങളെ ഈ ആവേശത്തിലുള്ള സംസാരത്തിനൊന്നും ഇപ്പൊ അത് പോസ്റ്റ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. നല്ല നിലയിൽ കാര്യങ്ങൾ അറിയാനാണ്, മനസ്സിലാക്കാനാണ് എന്നുള്ള നിലക്ക് ചോദിച്ചാൽ ഞാനത് പോസ്റ്റ് ചെയ്തു തരും, നിങ്ങൾക്ക് കാണുകയും ചെയ്യാം. ഓക്കെ. ഹലോ. عالم الغيب فلا يظهر على غيبه أحدا إلا من ارتضى من رسول فإنه يسلك من بين يديه ومن خلفه رصدا. വീണ്ടും ആലിമുൽ ഗൈബ്
فلا يظهر على غيبه أحدا إلا من ارتضى من رسول فإنه يسلك من بين يديه ومن خلفه رصدا عالم الغيب അല്ലാഹു ആലിമുൽ ഗൈബാൻ, അദൃശ്യജ്ഞാനമുള്ളവനാണ്. ഫലാ യുളഹിറു അലാ ഗൈബിഹി അഹദാ, അവന്റെ അദൃശ്യജ്ഞാനം ആർക്കും വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ല. ഇല്ലാ മനിർത്തല്ലോ, അവൻ ഇഷ്ടപ്പെട്ടവർ ഒഴികെ. മിർ റസൂലിൻ, അത് റസൂലിനാൽ. ഓമിൻ വലിയിൻ, അത് വലിയിനാൽ. അത് റസൂലിനാൽ, വലിയിനാൽ. അവന് തൃപ്തിപ്പെട്ടവർക്ക് അല്ലാഹു തആല അവൻ ഇഷ്ടപ്പെട്ടവർക്ക് ഗൈബ് അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. മിർ റസൂലിൻ, അത് റസൂലിനാൽ. ഓ വലിയിൻ, അത് വലിയിനാൽ. റസൂലിനാൽ, വലിയിനാൽ. എവിടെ മുജാഹിദ് കിടക്കുന്ന ഞങ്ങൾക്ക് അറിയില്ലെന്നോ? എന്താ നിങ്ങൾ പറയുന്നത്? ഞങ്ങൾക്കറിയാം. ഒന്നും കൂടിയും വെച്ചാണി ഉസ്താദെ അർത്ഥം, ഒന്നും കൂടി വെച്ചാണി. നിങ്ങൾ ആദ്യത്തെ ആയത്തിന് ആദ്യം അർത്ഥം വെക്കി, രണ്ടാമത്തെ ആയത്തിന് പിന്നെ അർത്ഥം വെക്കി. രണ്ടും പാടെ കൂട്ടിക്കുഴക്കണ്ട. ആദ്യത്തെ അഹദാന്ന് വരെ ഓതിയില്ലേ, അതിന്റെ അർത്ഥം ഒന്നാണ് പറയും. എന്നിട്ട് പിന്നെ മറ്റേത് തുടങ്ങണേ, മനിർത്തല തുടങ്ങണ ആ ആയത്തിന്റെ അർത്ഥം പറയും. അത് മൊത്തത്തില്. അതല്ലാതെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ആ പൂച്ചാട്ടക്കളി നടക്കണ്ട. അത് കൗമിന്റെ മുന്നിൽ നടത്തിയാൽ മതി. ആദ്യം നിങ്ങൾ അഹദ വരെ അവസാനിപ്പിച്ച ആയത്തുണ്ടല്ലോ, ആ ആയത്ത് അത് ഖുർആനിലാണ് നിങ്ങൾ ഓതിയത്, ശരിയാണ്. അഹദ വരെ അവസാനിപ്പിച്ച് ആ ആയത്തിന് അർത്ഥം പറയാ, പിന്നെ മറ്റിന്റെ ആയത്തിന്റെ അർത്ഥവും പറയാം കേട്ടോ. ഈ ജാതി പരിപാടി ഒന്നും എടുക്കണ്ട, അതിങ്ങോട്ട് പറയും. വലൈക്കും. ഇതാണ് മുസ്ലിയാക്കന്മാരുടെ തട്ടിപ്പ്. ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാം. സുഹൃത്തുക്കളെ, മനസ്സിലാക്കേണ്ടവന് മനസ്സിലാക്കാം. മിൻ റസൂലി, അത് റസൂലിനാൽ. വമിൻ വലിയ, അത് വലിയിനാൽ. അങ്ങനെ ഒരു വലിയ എന്ന സംഭവം തന്നെ അവിടെ അല്ല. പക്ഷെ ഇവിടെ മുസ്ലിയാർ വളരെ കൃത്യമായി വമിൻ വലിയ എവിടെയാണ് ആയത്തില്? അത് എവിടെയാണ് മുസ്ലിയാരെ ആ ആയത്തിൽ? അത് എന്തിനാണ് ഈ രൂപത്തിലുള്ള തട്ടിപ്പ് നടക്കുന്ന അള്ളാഹുവിന്റെ കലാമിൽ വെച്ചിട്ട്? നിങ്ങൾക്ക് നാളെ നരകമുണ്ട്, സ്വർഗമുണ്ട് എന്നൊരു ചിന്ത പോലുമില്ലാതെ ഈ പാവപ്പെട്ടവരെ വഴികേടിലാക്കുന്നത് എന്തിനാണ്? നിങ്ങൾ എന്താണ് ഇതുകൊണ്ടുള്ള നേട്ടം നിങ്ങൾ കരുതിയിട്ടുള്ളത്? ഇപ്പോ കുറച്ച് നേർത്തങ്ങനെ വലിയ വായല് വെല്ലുവിളിച്ചിരുന്നല്ലോ ആ മുസ്ലിയാരെ. നിങ്ങളോട് ഞാൻ പറയാണ്, നിങ്ങളുടെ വോയിസിൽ 1 മിനിറ്റ് 18 സെക്കൻഡിന് ശേഷം നിങ്ങൾ അതിന് അർത്ഥം പറയുന്നിടത്ത് വമിൻ വലിയനാൽ, വമിൻ വലിയനാൽ എന്ന് പറയുന്നുണ്ട്. അതെവിടെയാണ്? ഈ 2 ആയത്തിൽ എവിടെയെങ്കിലും അത് കാണിച്ചു തരാൻ പറ്റുമോ? നിങ്ങൾ ഈ ആയത്തുകളാണല്ലോ ഓതിയത്. അതന്നെ. അതുകൊണ്ട് മുസ്ലിയാരെ, ഈ പണി നിർത്തിക്കളി. അള്ളാന്റെ ഖുർആനാണ്, വിശുദ്ധ ഖുർആനാണ്. നിങ്ങൾ ചോദിച്ച അതേ വെല്ലുവിളി അത് നിങ്ങൾ സ്വയം എടുത്താൽ മതി. നിങ്ങൾ എന്താ പറഞ്ഞീന്ന് ആ വെല്ലുവിളിയില്? ഞാനത് പറയണില്ല. അപ്പൊ ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ പറഞ്ഞ ആ വലിയ എന്ന പദം എവിടെയാണ് ആ വലിയ എന്ന പദം? എന്താ അറിയില്ല, അയാളെ കുറെ സമയമായിട്ട് കാണുന്നില്ല. പക്ഷെ അയാള് വരുമായിരിക്കും. അയാളെ എന്തായാലും വന്നിട്ട് ഇതൊന്ന് ക്ലിയർ ആക്കണം. അയാൾ ഓതിയ ആയത്താണല്ലോ. അപ്പൊ ആ ആയത്തിൽ അദ്ദേഹം എന്ത് കണ്ടിട്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് അദ്ദേഹം പറഞ്ഞു തരണം. ഇത് സാധാരണക്കാർക്ക് മനസ്സിലാക്കാതൊക്കെ മതി. ഇതാണ് മുസ്ലിയാക്കന്മാരുടെ അവസ്ഥ എന്ന് സുന്നികളായ ആളുകൾക്ക്, തലച്ചോറ് ആരും മുന്നിൽ പണയപ്പെടുത്താത്തവന് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാകും. മറ്റുള്ളവരുടെ പേരിലൊക്കെ ദുർവ്യാഖ്യാനമുണ്ട് എന്ന് പ്രചരിപ്പിക്കലും പറയലും മാത്രമാണ്. സത്യത്തിൽ അങ്ങനെയല്ല. പക്ഷെ ഇവര് സ്വയം ദുർവ്യാഖ്യാനം ചെയ്യുന്നത് നമ്മളെ മുന്നിൽ കാണും. ഞാൻ പറഞ്ഞല്ലേ, മദ്രസാ പുസ്തകത്തില് ഇപ്പൊ ഇവിടെയും മുസ്ലിയാർ ചെയ്തു.
അതും അപ്പോ മനസ്സിലാവും ആളുകൾക്ക്, അതൊക്കെ മനസ്സിലാക്കിയെടുക്കുക. അതല്ലെങ്കിൽ അദ്ദേഹം അത് പറഞ്ഞു തരുവിക്കാരം.